ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്നത്തെയും പോലെ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനിത് നമ്മുടെ നവംബർ 14th നാളെ. അപ്പം അതിന് വേണ്ടിയിട്ട് മക്കൾക്കൊക്കെ പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കാനുണ്ടാവില്ല. അപ്പോൾ ലച്ചുമോക്ക് വേണ്ടിയിട്ട് ഞാനും ഉണ്ടാക്കിയിട്ടോ ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. 3 എണ്ണം ഞാൻ കറക്റ്റ് രാത്രി 12 മണിക്കാണ് ഗൈസ് ഉണ്ടാക്കിയത്. അപ്പം കുറച്ച് ടൈമേ എടുത്തിട്ടുള്ളൂ, വലിയ പണിയൊന്നും ഇല്ലായിരുന്നു. ഒരു പ്ലക്കാർഡ് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3 എണ്ണം 4 എണ്ണമൊക്കെ ഉണ്ടാക്കിയത്. അപ്പം നമ്മളൊരു കാർഡ്ബോർഡ് എടുക്കുക, അതിൽ എന്താ പറയുക, ഞാൻ A4 ഷീറ്റും എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഉണ്ടാക്കാൻ ഡ്രോയിങ്ങിൻ്റെ ബുക്കിലെ പേജാണ് കേട്ടോ എടുത്തത്. നല്ല കട്ടിയുള്ള പേജാണ്, ലോക്കൽ ബുക്കിൻ്റെതല്ല കേട്ടോ. അപ്പം അതെടുത്തു. എന്നിട്ട് ഫെവിക്കോൾ ആക്കിയിട്ട് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് 4 ഭാഗത്തോട്ട്. ഇത്ര പണിയുള്ളൂ കാര്യമായിട്ട്. അങ്ങനെ നമ്മുടെ ഒരു ഭാഗം കംപ്ലീറ്റ് ആയി. പിന്നെ കാല് വെച്ച് കൊടുക്കാനും പിന്നെ എഴുതാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എഴുത്തിൻ്റെ ഇടയിൽ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിപ്പോയി ഗൈസ്. എഴുതാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ തെറ്റിപ്പോയി. സ്വാഭാവികമായിട്ട് പറ്റുന്നതാണല്ലോ അല്ലേ. ഞാൻ ബാക്കിയുള്ള 3 എണ്ണം ഉണ്ടാക്കിയതും പെൻസിലുകൊണ്ട് ആദ്യം എഴുതി, എന്നിട്ട് അത് സ്കെച്ച് കൊണ്ട് എഴുതിയതാണ് കേട്ടോ. പക്ഷേ ഇതിനെന്തോ ഒരു കോൺഫിഡൻസ് തെറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസിൻ്റെ പുറത്ത് എഴുതിയതായിരുന്നു, പക്ഷേ അത് തെറ്റുകയും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളിതേ പ്ലക്കാർഡ് ഉണ്ടാക്കുന്നു. നാളെ നവംബർ 14th പറയുന്നത് എല്ലാവർക്കും അറിയാൻ മതിയാവില്ലേ, ശിശുദിനാണ് എന്നുള്ളത്. അപ്പോൾ ഈ സ്കൂളിലും അംഗനവാടിയിലൊക്കെ പോകുന്ന മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാനുണ്ടാവും. ഞാനൊന്നും ഇങ്ങനത്തത് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ. ഇവിടുന്ന് അച്ഛനാണ് ഉണ്ടാക്കി തന്നത്. വലുതാകുമ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. ചെറിയ കുട്ടികളാകുമ്പോഴൊക്കെയാണല്ലോ ഇതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അപ്പം യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് ചെറിയ ചിത്രപ്പണികളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കാർഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എഴുതി കഴിഞ്ഞു, വരച്ച് കഴിഞ്ഞു, ഓൾ സെറ്റാണ്, ഒക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കാല് വയ്ക്കാം. ഈ ഒരു കാല് കണ്ടോ, ഇത് ചാർട്ട് പേപ്പറാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കമ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് ചാർട്ട് പേപ്പർ മാത്രം വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്ലക്കാർഡ് ഉണ്ടാക്കാം കേട്ടോ. സാധാരണ കൊമ്പൊക്കെ വെച്ചിട്ടല്ലേ, എന്തെങ്കിലും കമ്പൊക്കെ വെച്ചിട്ടാണല്ലോ ചെയ്യുക. ഇത് കറക്റ്റ് ഇത് ചാർട്ട് പേപ്പറാണ്. അപ്പോൾ ചാർട്ട് പേപ്പർ എൻ്റെ തീർന്നു, അതുകൊണ്ടാണ് സാധാ പേപ്പറിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് ചാർട്ട് പേപ്പർ ഇതുപോലെ മടക്കിയിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയിൽ തന്നെ കിട്ടും. അങ്ങനെ ഒലഞ്ഞു പോകുന്ന പ്രശ്നമൊന്നും വരില്ല കേട്ടോ. എന്നിട്ട് എന്താ പറയുക, നന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്ക് പോലെ കറക്റ്റ് കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഈ ബാക്കിൽ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ആദ്യം ആ സ്റ്റിക്കിൻ്റെ മുകളിലും കുറച്ച് ഗമ്മ് തേക്കണം. അതിനുശേഷം അതിൻ്റെ മുകളിൽ ഒരു പേപ്പർ വെച്ച് ഒട്ടിച്ചാൽ മതി, സെറ്റാണ്. അപ്പോൾ രണ്ടാമത് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഒരു കമ്പെടുക്കുക, ഉണങ്ങിയ കമ്പെടുക്കുക. കമ്പ് ഒരു പേപ്പറിൽ മറ്റും എടുത്തിട്ട് ചുരുട്ടി വെക്കുക. കാരണം കമ്പ് കാണണ്ടെന്നുണ്ടെങ്കിൽ കേട്ടോ, അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നന്നായിട്ട് ചുരുട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അതേപോലെ തന്നെ അവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പേപ്പറിലേക്ക് ഗമ്മ് തേക്കുക. എന്നിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റാണ്. ഒരു പേപ്പറും കൂടി വെച്ച് ഉറപ്പിനും കൂടി ഒന്നുകൂടെ നല്ലോണം ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റുള്ള സാധനം കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ അനങ്ങൂല കേട്ടോ, റെഡി ആയിരിക്കും, പക്കായിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ നമുക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.